എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കേ ഇഞ്ചിപ്പുളിയും മാങ്ങാച്ചാറും ഉണ്ടാക്കാം. അപ്പം ഇതൊക്കെ നമുക്ക് ഓണവിഭവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റില്ലാത്തതാണല്ലേ. അപ്പം ഞാൻ ഇഞ്ചിപ്പുളിക്ക് വേണ്ടി 300 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മാങ്ങ എടുത്തിരിക്കുന്നത് ഒരു 3 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ദേ നോക്കൂ, ഞാൻ രണ്ടും ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി കൊത്തിയരിഞ്ഞത് കണ്ടല്ലോ, തൊലിയൊക്കെ കളഞ്ഞ് വളരെ ചെറുതായിട്ട് വേണം നമ്മൾ ഇഞ്ചി പുളിക്ക് ഇതുപോലെ വേണം കഷ്ണങ്ങളാക്കി എടുത്തു കൊടുക്കാനായിട്ട്. അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മാങ്ങ അച്ചാറിൻ്റെ പരിപാടി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇതുപോലൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അതായത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ഞാൻ 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചാറിന് ആവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പൊക്കെ ഇതിനകത്തൊന്ന് പിടിച്ച് ഉപ്പിൻ്റെ വെള്ളവും ഈ മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് ഇതിലൊന്ന് ഇറങ്ങി കിട്ടണം. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇഞ്ചിപ്പുളി തയ്യാറാക്കാം. അതിന് വേണ്ടി പുളി ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള രീതിയിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏറെ വെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഇഞ്ചിപ്പുളി ചട്ടിയിലാണ് വെക്കുന്നത്. പെട്ടെന്നായി കിട്ടും, അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലെണ്ണ ചേർത്തതിന് ശേഷം അതിലേക്ക് കടുകും ഇട്ട് കൊടുത്തിട്ട് ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഞാൻ മുറിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. തീ വളരെ കുറച്ച് വെച്ചും ഫ്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് എളുപ്പത്തിലെടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കിടന്നോളും. അതായത് ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴേക്കും ഈ മുളകും ഒക്കെ ഫ്രൈ ആയിക്കോളും. ആ കൂട്ടത്തിൽ ഞാനൊരു 2 പച്ചമുളകും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദേ നോക്കൂ, ഒരുപാട് വീഡിയോ ലെങ്തി ആക്കിയിട്ടില്ല ഞാൻ. ഈ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഫ്രൈ ആവാനായിട്ട്, കരിയരുത്. ഈ കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന്, അതായത് ഈ പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറ്റിയെടുക്കണം. അപ്പോഴേക്കും സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് വേണം ഇതിൻ്റെ അതായത് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട്, പച്ചച്ചുവ മാറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതായത് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഒന്നുകൂടെ, അതായത് പുളി ലൂസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചാണ് എടുക്കേണ്ടത്. അപ്പം ഇത് ഞാൻ ഈ പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും ഞാനൊരു ചെറിയ സ്പൂൺ അളവിലുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും ചട്ടിയിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിലുള്ള ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉലുവാപ്പൊടി മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അത് ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മളെല്ലാ അച്ചാറിനും ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു 2 സ്പൂൺ അളവിലുള്ള
ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ശർക്കരപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറി, അതായത് ഈ ഇഞ്ചിപ്പുളി വല്ലാണ്ട് മധുരമായി പോകും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം ഉപ്പ് പോരായിരുന്നു, അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിനകത്ത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി നമുക്ക് എടുത്തു കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരുപാട് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇനി ഇതും ഒന്ന് അടച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിന് മാങ്ങ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലും ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം കൂടെ തന്നെ ഒരു സ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അത് നോക്കൂ, ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാങ്ങ അച്ചാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ പുളിയിഞ്ചിയും അതുപോലെ മാങ്ങ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഓണവിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.